നമ്മൾ ഫേസ് ചെയ്യുന്ന പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. സോ ഇപ്പോൾ ഈ ഒരു സീരീസ് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഇന്റേൺസും ഒരു അറ്റോർണിയും തമ്മിലുള്ള അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു രീതിയിലുള്ള ഒരു വർക്ക് എൻവയൺമെന്റിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നാണ് ഈ ഒരു സീരീസ് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ഈ ഒരു സീരീസ് എൻറ്റയർലി ബേസ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ എന്തൊക്കെയാണ് നടക്കുന്നത്, മുകളിൽ നിന്നുള്ള പ്രഷർ, ഈ ഒരു ഇന്റേൺ എന്തൊക്കെ രീതിയിലാണ് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള അറ്റോർണിയുടെ ലീഡർഷിപ്പിൽ എങ്ങനെയാണ് എക്സൽ ചെയ്യാൻ പറ്റുമോ ഇല്ല, അങ്ങനെയുള്ള പല പല സംഭവങ്ങളാണ്. ഫസ്റ്റ് എപ്പിസോഡിനേക്കാളും സെക്കൻഡ് എപ്പിസോഡിനേക്കാളും അത്യാവശ്യം ഇന്റൻസ് ആയിട്ടുള്ള കേസസ് ആണ് തേർഡിലും ഫോർത്തിലും വരുന്നത്. അത് തന്നെയാണ് ഈ ഒരു സീരീസിന്റെ ഹൈലൈറ്റ്. ആദ്യം വരുന്നത് ഒരു ആക്സിഡന്റ് കേസാണ്. ഒരു ഡ്രൈവർ ആൽക്കഹോൾ യൂസ് ചെയ്ത് ഒരു കുട്ടിയെ വണ്ടി ഇടിക്കുന്നു. ഒരു വണ്ടി ഇടിച്ച ആ ഒരു കുട്ടിയുടെ ഭാഗത്ത് നിന്നാണ് പ്രതിഭാഗം വരുന്നത്. ഇവരുടെ ആ ഒരു യുലിം എന്ന് പറയുന്ന ഈ ഒരു നായകന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു നായകനാണ് അറ്റോർണി. ആ ഒരു അറ്റോർണി എടുക്കുന്നത് ഈ ഒരു ഡ്രൈവറിന്റെ ഭാഗത്തു നിന്നുള്ള കേസാണ്. ഈ ലീഡിങ് അറ്റോർണി ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള പിൻ പോയിന്റ് ഫോക്കസ് ഉള്ള ഇദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ എപ്പിസോഡ്. അതിന്റെ കൂടെ തന്നെ രണ്ടാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അതൊരു ചൈൽഡ് അബ്യൂസ് ആണ്. ഒരു ചൈൽഡ് അബ്യൂസ് ചെയ്യുന്ന ആ ഒരു പണക്കാരന്റെ ഭാഗത്തു നിന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. ഇദ്ദേഹം പണത്തിന് വഴങ്ങുമോ, അല്ലെങ്കിൽ ഇദ്ദേഹം എങ്ങനെയാണ് ഈ കേസ് തെളിയിക്കാൻ പോകുന്നത്. ഇദ്ദേഹം ആ ഒരു ഹൗസ് കീപ്പർ പറയുന്ന കേൾക്കുമ്പോൾ, ഒരു ഹൗസ് കീപ്പറാണ് ഇദ്ദേഹത്തിന് കേസ് കൊടുക്കുന്നത്. ഒരു ഹൗസ് കീപ്പർ പറയുന്ന കേൾക്കുമ്പോൾ പല ക്വസ്റ്റ്യൻസ് അറൈസ് ചെയ്യുന്ന ഒരു സീരീസ് ആണിത്. അതൊക്കെ കണ്ടു തന്നെ അറിയുക. ഈ ഒരു സീരീസ് അത്യാവശ്യം നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. താല്പര്യമുള്ള കണ്ടു നോക്കാം. ഇതുപോലെ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് അവൈലബിൾ ആണ്.